ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇന്ന് എനിക്കൊരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. കണ്ണൂർ ജില്ലയിലെ ശ്രീപുരം ബിഷപ്പ് ഹൗസിലായിരുന്നു ട്രെയിനിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് കുറേ നാൾ മുമ്പ് എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. മെയ് 23-ന് എടുത്തൊരു വീഡിയോ ആണ്. പക്ഷേ എനിക്കിത് ഇതുവരെ അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടിയില്ല, വോയിസ് ഓവറെല്ലാം കൊടുക്കേണ്ടതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി വന്ന് ഇവിടെ എത്തി. നമുക്ക് അധികം നടക്കേണ്ടിയൊന്നും വന്നില്ല. ബസ് സ്കൂളിൻ്റെ മുമ്പിൽ തന്നെ നിർത്തി തന്നുകൊണ്ട് എത്തിക്കഴിഞ്ഞ് നമ്മൾ ചായ കുടിച്ചു. ചായക്ക് എന്താ കഴിക്കാനുണ്ടായിരുന്നൊന്നും ഇപ്പോൾ ഓർമ്മയില്ല കേട്ടോ. അത് കഴിഞ്ഞൊരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ട്രെയിനിങ് തുടങ്ങി. എല്ലാവരും ഒരു ക്ലാസ്സിലിരുത്തി നമുക്ക് ബ്രെയിൽ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്നുള്ളതൊക്കെ സാറ് പറഞ്ഞു തന്നു. അങ്ങനെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആ മാഡമാണ് നമ്മളെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് നമുക്ക് ഓരോരുത്തർക്കും ഓരോരു ബ്രെയിലും സ്റ്റൈലസും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾക്ക് ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് ഒരാൾക്ക് ഇങ്ങനെ കൊടുത്തു. അപ്പോൾ കൊടുക്കുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഇത് ലോങ് വീഡിയോ ആയതുകൊണ്ട് ചിലപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതിൽ കുറച്ച് മിസ്റ്റേക്കെല്ലാം ഉണ്ടാവും, നിങ്ങൾ ഒന്ന് ക്ഷമിക്കണം. അങ്ങനെ ട്രെയിനിങ്ങൊക്കെ ഉച്ചവരെയുള്ള സെഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. സാധാ ചോറും സാമ്പാറും പിന്നെ എലിശ്ശേരി അങ്ങനത്തെ കുറച്ച് കറികളൊക്കെ ആയിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ സ്പർശന ശേഷി വികസിപ്പിക്കാനുള്ള, നമ്മളതല്ല, നമ്മൾ പഠിപ്പിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ പഠിക്കുന്നതാണല്ലോ, അപ്പോൾ അവരുടെ സ്പർശന ശേഷി വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് നമുക്ക് പയറും അരി ഒരു ഗ്ലാസ്സിൽ തന്നിട്ട് അത് വേർതിരിക്കാനുള്ളൊരു ഇതായിരുന്നു. അങ്ങനെ അതൊരു കോമ്പറ്റീഷൻ പോലെ ആയിരുന്നു നടത്തിയത്. അങ്ങനെ നമ്മളെ 5 ടീമായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള കുറച്ച് പരിമിതികളെ മറികടന്നിട്ട് ഇതിലെത്തിയ കുറച്ച് ആൾക്കാരുടെ പേര് വെച്ചിട്ട് ടീമാക്കിയിട്ട് നമ്മളെ ഇങ്ങനെ വേർതിരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ പയറും അരിയും വേർതിരിക്കുന്ന ഭയങ്കര രസമായിരുന്നു കേട്ടോ. ആ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് ജയിച്ചവർക്ക് സമ്മാനം ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ മത്സര ബുദ്ധിയോട് കൂടി ചെയ്യായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അതിനുശേഷം നമുക്ക് സാർ അതിനെക്കുറിച്ചിട്ടെല്ലാം പറഞ്ഞു തന്നെ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്നെ 1 മുതൽ 7ാം ക്ലാസ് വരെ പഠിപ്പിച്ച 2 സാർമാർ കൂടി എനിക്ക് ഒരു ക്ലാസ്സിലും കൂടി ഇരിക്കാൻ പറ്റി എന്നുള്ളത് എനിക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു കേട്ടോ. ആ ഒരു 2 ദിവസത്തെ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരിതായിരുന്നു. എന്നെപ്പോലെയുള്ള ഒരുപാട് കാഴ്ചയില്ലാത്ത ആൾക്കാരെ കാണാനും പരിചയപ്പെടാനും മിങ്കിൾ ചെയ്യാനും എല്ലാം പറ്റി. അങ്ങനെ ട്രെയിനിങ് കഴിഞ്ഞ് നമുക്ക് രാത്രി കൾച്ചറൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. പാട്ട്, മിമിക്രി അങ്ങനെയൊക്കെ. ഹലോ, അപ്പൊ നമ്മള് ക്ലാസ് ഒക്കെ കഴിഞ്ഞു. നമുക്ക് ഇന്ന് വൈകുന്നേരം ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചായ കുടിച്ചിട്ട് അതിനൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ അമ്മ അവിടെ ഫുഡ് സെർവ് ചെയ്യുന്ന തിരക്കിലൊക്കെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ചായ കുടിച്ചിട്ട് നമ്മള് പിന്നെയും കുറച്ച് സമയം ക്ലാസ് ഉണ്ടായിരുന്നു. കുറെ കാര്യങ്ങൾ പരിചയപ്പെടുത്തി തന്നു സാറ്. ബ്രെയിൽ പഠിപ്പിക്കേണ്ട രീതി, അതുപോലെ വിവിധ തരത്തിലുള്ള ഉപകരണങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ പരിചയപ്പെടുത്തി തന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കാൻ പേഴ്സണൽ ടൈം എന്ന് പറഞ്ഞിട്ട് 6 മണി മുതൽ 7 മണി വരെ നമുക്ക് ഫ്രീ ടൈം ആയിരുന്നു. 7 മണി ആകുമ്പോഴത്തേക്കും നമ്മൾ പിന്നെയും ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് 8 മണി മുതൽ 9 മണി വരെ കൾച്ചറൽ പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ നമുക്ക് പാട്ട്, അതുപോലെ നമ്മുടേതായ കലാപരമായ കഴിവുകളെ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫുഡ് ചപ്പാത്തിയും ചിക്കൻ കറിയും ആയിരുന്നു. ഫുഡ് കഴിച്ചപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റില്ല, അമ്മേനെ കാണാനേ പറ്റിയിട്ടില്ല, അതുകൊണ്ട് വീഡിയോ എടുക്കാനും പറ്റില്ല. അമ്മ എനിക്ക് ഫുഡ് തന്നിട്ട് വേഗം അവർക്കെല്ലാം ഫുഡ് കൊടുക്കാനും മാഞ്ഞെല്ലായിട്ട് ഓടി നടക്കായിരുന്നു. അപ്പൊ അതുകൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിപ്പോ നമുക്ക് ഡോർമെട്രി ആണ് കിട്ടിയത്. അങ്ങനെ എല്ലാവരും റൂമിലെത്തി ഫുഡൊക്കെ കഴിച്ച് റൂമിൽ ഇരിക്കുകയാണ്. ഏതാണ്ട് 10:30 ആയി. ഇനി നാളെ 9 മണിക്ക് നമുക്ക് പിന്നെയും ട്രെയിനിങ്ങിന്റെ സെഷൻ ഉണ്ട്. അപ്പൊ അതിന് പോകണം. ഇപ്പൊ നല്ല മഴയാണ് കേട്ടോ ഗൈസ്, ഇടിയും മഴയൊക്കെ ഉണ്ട്. പക്ഷെ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് പെട്ടെന്ന് വീഡിയോ എടുത്തത്. അപ്പൊ നമുക്കിനി നാളെ രാവിലെ കാണാം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ 4:30 എണീറ്റ് നമ്മൾ 2ാമത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ്. അപ്പോൾ 4:30 എണീറ്റ് കുളിച്ച് പല്ല് തേച്ച് കുളിച്ച് എല്ലാം റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് താഴെ പോകണം. താഴെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അവിടെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് 9 മണിയാകുമ്പോഴത്തേക്ക് അടുത്ത സെഷൻ തുടങ്ങും. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഇനി വരും വീഡിയോസിൽ കാണാം. ഇനി നമ്മൾ റെഡിയായി ചായ കുടിക്കാൻ കേട്ടോ. അടുക്കളയിൽ ഇടിയപ്പവും വെള്ളയപ്പവും പിന്നെ സാമ്പാറല്ല കടലക്കറിയും പിന്നെ
ഉരുളക്കിഴങ്ങ് കറി അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. നമ്മൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ ട്രെയിനിങ്ങിന് പോയപാടെ നമ്മൾ ആദ്യം ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കാനാണ് പഠിപ്പിച്ചത്. ആദ്യം നമ്മൾ ഈ പഠിപ്പിച്ച് കൊടുക്കുന്ന ആൾക്കാർക്ക് അക്ഷരങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഓരോ അക്ഷരങ്ങൾ 2-3 അക്ഷരങ്ങൾ ആവർത്തിച്ച് എഴുതി അതിൻ്റെ നടുവിൽ വേറെ അക്ഷരം എഴുതി അങ്ങനെയൊക്കെ നമുക്ക് ഫ്ലാഷ് കാർഡ് നിർമ്മിക്കാൻ പഠിപ്പിച്ചു തരുമായിരുന്നു. ഇതുവരെ നമ്മൾ തലേദിവസം ക്ലാസ്സിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എഴുതാനുണ്ടായതുകൊണ്ട് നമ്മൾ പുറത്ത് ടേബിൾ ഇട്ടിട്ട് ടേബിളും കസേരയും ഒക്കെ ഇട്ടിട്ട് അതിലിരുന്നിട്ടായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. തീരുന്നതല്ലേ, പിറ്റേ ദിവസം നമ്മൾ ഉച്ചക്ക് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പിരിയാന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ എനിക്ക് കുറേ വീഡിയോസ് മിസ്സായിട്ടുണ്ടായിരുന്നു. അമ്മ അവിടെ ഫുഡ് സെർവ് ചെയ്യുന്നൊക്കെ തിരക്കിലായതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കിയ ഫ്ലാഷ് കാർഡ് സാറ് വന്ന് നോക്കിയിട്ട് അതിൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തന്നു, ശരിയാക്കി തന്നു. അങ്ങനെ ഫ്ലാഷ് കാർഡ് നിർമ്മിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും അവിടെ TV ചാനലിൽ നിന്ന് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ ട്രെയിനിങ്ങിനെ കുറിച്ചിട്ടും എല്ലാം പറഞ്ഞു. പിന്നെ പാട്ടെല്ലാം പാടിക്കൊടുത്തു. പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രെയിനിങ്ങിന് ഇതുപോലെ താമസിച്ചിട്ട് അങ്ങനെ പോകുന്നത്. ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു ഇതിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. വരാനാകുമ്പോൾ ഞങ്ങൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ച് 2 ദിവസം കൂടി വേണമായിരുന്നു ട്രെയിനിങ്, നമുക്ക് ഒട്ടും മതിയായിട്ടേ ഇല്ല എന്ന് സംസാരിച്ച് എല്ലാവരെയും പരിചയപ്പെട്ട് വരുമ്പോഴത്തേക്കും നമ്മളെ സെഷൻ തീർന്നു, നമ്മൾ വീട്ടിൽ പോകേണ്ട സമയമായിട്ടോ. അതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു വരുമ്പോൾ. പിന്നെ നമുക്ക് മൊബിലിറ്റി ക്ലാസ്, അതുപോലെ കാഴ്ചയില്ലാത്തവർ എങ്ങനെ റോഡിൽ കൂടി സഞ്ചരിക്കുന്നത് അതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വൈറ്റ് കെയിൻ ഉപയോഗിക്കണം. വൈറ്റ് കെയിൻ എന്താണെന്ന് ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. കാഴ്ചയില്ലാത്തവർ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റിക്കാണത്, വൈറ്റ് കെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കാഴ്ചയില്ലാത്തവരുടെ ഒരു കണ്ണ് എന്നൊക്കെയാണ് അതിനെ പറയുന്നത്. അത്രയ്ക്ക് നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് റോഡിൽ കൂടെ നടക്കാം, പിന്നെ കൈ വെക്കേണ്ട രീതി, പിന്നെ അതൊക്കെ പറഞ്ഞു തന്നു. പിന്നെ നമ്മൾ ഒരു മാനേഴ്സൊക്കെ ഇല്ലേ, ടേബിൾ മാനേഴ്സ്, അതുപോലെയുള്ള പെരുമാറ്റശീലങ്ങൾ, രാവിലെ എണീറ്റ് രാവിലെ മുതലുള്ള നമ്മളെ ദിനചര്യകൾ കാഴ്ചയില്ലാത്തവർ ചെയ്യുമ്പോൾ നമുക്കത് എങ്ങനെ നമുക്കത് കൂടുതൽ പെർഫെക്റ്റായിട്ട് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ സ്റ്റൗ കത്തിക്കുമ്പോൾ എന്ത് ചെയ്യാം, അങ്ങനത്തെ എല്ലാം പറഞ്ഞു തന്നു. കുറേ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒട്ടും കാണാനിട്ടും കൂടി സ്വന്തമായിട്ട് കുക്ക് ചെയ്തിട്ടൊക്കെ ഫുഡ് കഴിക്കുന്ന അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാനെല്ലാം പറ്റി. പിന്നെ അവരൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോഴാണ് കൂടുതൽ ചെയ്യണം എന്നുള്ളൊരു പ്രചോദനം ആവുന്നത്. ഞാനൊക്കെ ഇപ്പോൾ ഒരു ആയി വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അവർ കുറച്ച് വലിയ ചേച്ചിമാരായതുകൊണ്ട് അവരോട് കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ട് പഠിക്കുകയെല്ലാം ചെയ്തു. ഇതൊക്കെ സാറും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് 2 ദിവസം കൊണ്ട് തീർക്കേണ്ട ഒരു സാധനമല്ല, ശരിക്കും കുറച്ച് ദിവസം കൂടി വേണമായിരുന്നു. പക്ഷേ സമയപരിമിതി കൊണ്ട് നമുക്ക് 2 ദിവസം ആണെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ജൂൺ മാസം ഒരു പകുതിയൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതായത് എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതായത് നമ്മളെ എന്നെപ്പോലെയുള്ള കാഴ്ചയില്ലാത്തവരെന്ന് വെച്ചാൽ ഇടയ്ക്ക് വെച്ച് കാഴ്ച നഷ്ടപ്പെട്ടു പോയ ആൾക്കാരെല്ലാം ഉണ്ടാവില്ല. ജന്മനാ കാഴ്ച നഷ്ടപ്പെട്ടവരല്ല, പകുതി അത് സ്കൂൾ കാലഘട്ടം എല്ലാം കഴിഞ്ഞിട്ട് കാഴ്ച പോയവരാണെങ്കിൽ നമ്മളെ കാഴ്ചയില്ലാത്തവർ ഉപയോഗിക്കുന്ന ബ്രെയിൽ ലിപിയൊന്നും ഒരുപക്ഷെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഉള്ളവർക്ക് ഈ ബ്രെയിൽ ലിപിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കാനും ബ്രെയിൽ എഴുതുന്നതും വായിക്കുന്നതും എങ്ങനെയെന്നൊക്കെ പറഞ്ഞു കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നത്. അത് ആദ്യം ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇത് ഇൻ്റർവ്യൂവിൽ കൂടിയായിരുന്നു തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് 4 പേരെയായിരുന്നു തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്, ടീച്ചേഴ്സായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ ആ 4 പേർക്ക് കാസർഗോഡ് ജില്ലയിൽ നിന്ന് 4 പേര്, അങ്ങനെ വേറെ കുറേ എല്ലാ ജില്ലയിൽ നിന്നും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ ജില്ലയിൽ നിന്നുള്ള
എല്ലാ ജില്ലയൊന്നും അല്ല, കണ്ണൂർ, കാസർഗോഡ്, തിരുവനന്തപുരം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം അവരെല്ലാം ഉള്ളവർക്ക് കണ്ണൂരിൽ നിന്നായിരുന്നു ട്രെയിനിങ് തന്നുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഉച്ചക്ക് ബിരിയാണി ആയിരുന്നു, നമുക്ക് ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ നമുക്ക് ട്രാവൽ എക്സ്പെൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ചായ കുടിച്ചിട്ട് ട്രെയിൻ കയറി. മുമ്പ് ട്രെയിനിലാണ് പോയത്, വരുമ്പോൾ ബസ്സിലാണ് വന്നത്. അങ്ങനെ നമ്മൾ നീലേശ്വരത്ത് ട്രെയിൻ ഇറങ്ങി ബസ് കയറി. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തുമ്പോഴത്തേക്കും കറണ്ട് ഉണ്ടായിരുന്നില്ല. കുഞ്ഞുസ് തലേന്ന് മുതൽ പറയുന്നുണ്ടായിരുന്നു ടിന്ന് വാങ്ങിക്കണം, അതായത് ആ കുടിക്കുന്ന ഒരു സാധനം. അപ്പോൾ അതും വാങ്ങിച്ച് പിന്നെ നുറുക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തു.